ഒരു വലിയ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. ജയിച്ചവരൊക്കെ ജയിച്ചു, പരാജയപ്പെട്ടവരൊക്കെ പരാജയപ്പെട്ടു. ജയിച്ചവരും തോറ്റവരും ഒക്കെ കൂടി ഇനി നമ്മുടെ നാടിനെ ഭംഗിയായി മനോഹരമായി ഏകമനസ്സോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥകളാണ് ഇനി നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടികളായി ഗ്രൂപ്പുകളായിട്ടൊക്കെ വേർതിരിഞ്ഞാലും തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ പാർട്ടികളും ഗ്രൂപ്പുകളുമില്ലാതെ ഒന്നായി മാറണം എന്നതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ആ സവിശേഷത നിലനിർത്തിക്കൊണ്ടു തന്നെ ഇനിയും മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ജയിച്ചവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും തെരഞ്ഞെടുത്തവരും അല്ലാത്തവരുമൊക്കെ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില സംഗതികൾ സാന്ദർഭികമെന്നോണം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ച ആ വിഷയത്തിന്റെ ബാക്കി ഭാഗവുമായി അത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ സംസാരം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും. ഒരു മതം എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മളോട് വിരോധിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളാവട്ടെ മനുഷ്യന്റെ നിലനിൽപ്പിനും ധാർമ്മികതക്കും സമാധാനത്തിനും ഏറ്റവും അനിവാര്യമായി തീരുന്ന രൂപത്തിലാണ് ആ വിരോധങ്ങൾ അള്ളാഹു നടപ്പിലാക്കിയത്. അതിലൊന്ന്, പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബാണ് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് സംവിധാനിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ആരുടെയും ഒരു നിലക്കുള്ള പങ്കോ സഹായമോ അവന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരോട് അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് കൽപ്പിച്ച പ്രധാനപ്പെട്ട കൽപ്പനയിൽ, ആ ആരാധനയിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്നതാണ് ഈ ലോകത്തെ മനുഷ്യരോടുള്ള അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. പങ്കു ചേർക്കരുത്. പങ്കു ചേർക്കുന്നതിനെ അള്ളാഹു വിരോധിച്ചു. ലോകത്ത് മനുഷ്യരോടുള്ള സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിരോധവും അഥവാ അള്ളാഹു നിരോധിച്ച കാര്യവും അതുതന്നെയാണ്. ലാ തുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. അതിന്റെ തൊട്ടു ചേർന്നുകൊണ്ട് റബ്ബ് പറഞ്ഞത് മാതാപിതാക്കളോടുള്ള മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചാണ്. ആ പെരുമാറ്റത്തിൽ നന്മക്കപ്പുറത്തുള്ള ഏതൊരു കാര്യവും, യഹ്സാൻ എന്ന പദമാണ് അള്ളാഹു ഉപയോഗിച്ചത്. യഹ്സാൻ എന്നാൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള പെരുമാറ്റം. ആ ഏറ്റവും നല്ല പെരുമാറ്റത്തിനപ്പുറത്തുള്ള എല്ലാ പെരുമാറ്റങ്ങളും അള്ളാഹു വിരോധിച്ചു. അത് വാക്കായാലും അത് പെരുമാറ്റമായാലും അത് പ്രവർത്തനമായാലും എന്തായാലും മാതാപിതാക്കൾക്ക് ഏറ്റവും നല്ല ഫലം കിട്ടുന്നതിനപ്പുറത്തുള്ള എല്ലാ പെരുമാറ്റങ്ങളും അള്ളാഹു കർശനമായി വിരോധിച്ചു. മൂന്നാമത്തേത് അള്ളാഹു വിരോധിച്ചത് മാതാപിതാക്കളോട് മക്കളെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലാണ്. മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും, അവർ എന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയുണ്ടാവും, അതെനിക്ക് താങ്ങാനാവുകയില്ല എന്ന വിഭ്രാന്തിയിൽ ഒരു തലമുറയെ കൊന്നുകളയുന്ന പ്രവണതയെ അള്ളാഹു കഠിനമായി വിരോധിച്ചു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു ഉത്കണ്ഠയും വെച്ചു പുലർത്തേണ്ടതില്ല എന്നും അത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്നും അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. നാലാമത്തേതായി അള്ളാഹു നമ്മളെ ആയത്തിൽ പഠിപ്പിച്ചത് അനാശാസ്യ പ്രവർത്തനങ്ങൾ, അനാവശ്യ പ്രവർത്തനങ്ങൾ, വൃത്തികെട്ട പ്രവർത്തനങ്ങൾ, അതിന്റെ അരികിലൂടെ പോലും നിങ്ങൾ പോകരുത്, ചെയ്യരുത് എന്നല്ല പറഞ്ഞേ, വലാ തഖ്റബൂന, അതിന്റെ അടുത്തുകൂടെ പോകരുത്. കാരണം തിന്മകൾ മനുഷ്യനെ തിന്മയിലേക്ക് വലിച്ചടുപ്പിക്കും. മനുഷ്യ മനസ്സിന്റെ ഒരു സവിശേഷത അത് തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഇന, മനുഷ്യന്റെ മനസ്സ് അത് മനുഷ്യനെ തെറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പ്രേരിപ്പിക്കും. നമ്മളൊക്കെ പലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്തത് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറഞ്ഞേ? ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ രസകരമായ ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ആരെങ്കിലൊക്കെ കുടുംബ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യേണ്ട അല്ലെങ്കിൽ അത്ര അടുത്ത ആളുകളുമായിട്ട് പങ്കുവെക്കേണ്ട ചില മെസ്സേജുകൾ അറിയാതെ ഈ ഗ്രൂപ്പിലേക്ക് ഷെയർ ആയിട്ട് വരും.
അതാരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ രാവിലെ നേരം വെളുത്തപ്പോൾ ആ പടച്ചോനെ ഇത് പോയത് ഈ ഗ്രൂപ്പിലേക്കാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ്, ഞാൻ അറിയാതെ ഒരു മെസ്സേജ് ഈ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്, ദയവ് ചെയ്ത് ആരും അത് തുറന്നു നോക്കരുത്. ആ ഒരൊറ്റ വരി മതി, ആ ഗ്രൂപ്പിലെ ഒരാളും അത് കാണാതെ പോകില്ല. മേലേക്കങ്ങ ഏതാപ്പോ നോക്കണല്ലോ. അങ്ങനെയാണ്. അപ്പൊ ഇന്നൻ നഫ്സ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഈ മനസ്സ് എന്ന് പറഞ്ഞത്, അത് തെറ്റ് ചെയ്യാൻ വേണ്ടി, അപ്പൊ നമ്മളിങ്ങനെ ഒരു തെറ്റിന്റെ അടുത്ത് കൂടെ പോയാൽ മതി, വലിച്ചു കണ്ട് പിടിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ വഴിക്ക് പോകരുത് എന്നാ പറഞ്ഞു അല്ലേ? പിന്നെ അവസാനത്തേതായി പറഞ്ഞത് വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ലക്കും, കൊലപാതകം. ലോകത്ത് മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തി കളയുന്ന ഏറ്റവും വലിയ തിന്മയായ കൊലപാതകം, അത് അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം അടുത്ത ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് വിരോധിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരം കൈയാളുന്നവരും ആ രാജ്യത്തിന്റെ പൗരന്മാരുമൊക്കെ ഏറ്റവും ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. സാന്ദർഭികമായിട്ട് അതങ്ങനെ ഒത്തുവന്നതാണ്. തൊട്ടടുത്തായി അള്ളാഹു പറയുന്നത് വലാ തഖ്റബൂ മാലൽ യതീം ഇല്ലാ ബില്ലത്തി അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ദ വലാ തഖ്റബൂ മാലൽ യതീം. അനാഥന്റെ സ്വത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. അവിടെയും പ്രയോഗം അങ്ങനെ തന്നെയാണ്. വലാ തഖ്റബൂ മാലൽ യതീം, അനാഥന്റെ സ്വത്ത് എടുക്കരുത് എന്നോ അത് മോഷ്ടിക്കരുത് എന്നോ ഓനെ പറ്റിക്കരുത് എന്നോ അത്തരം പ്രയോഗങ്ങളൊന്നും ഉപയോഗിക്കാതെ വലാ തഖ്റബൂ മാലൽ യതീം, അനാഥന്റെ സ്വത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, ഇല്ലാ ബില്ലത്തി അഹ്സൻ, അതിന്റെ ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ. ഒരു അനാഥന്റെ സ്വത്തിലേക്ക് അത് കൈകാര്യം ചെയ്യാൻ, അതിൽ കൈവെക്കാൻ, അതിന്റെ സമീപത്തേക്ക് നമ്മൾ പോകുമ്പോ ഒരൊറ്റ നീയത്തേ ഉണ്ടാവൂ, അതിൽ നിന്ന് എനിക്ക് കിട്ടണം, അതുകൊണ്ട് എനിക്ക് ഇത് കിട്ടണം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആവണം എന്നൊന്നുമല്ല. ഒരൊറ്റ നീയത്ത്, ആ അനാഥന്റെ സ്വത്ത് ഒന്നുകൂടി നല്ല അവസ്ഥയിലേക്ക് മാറണം എന്ന ഒരാഗ്രഹത്തോടു കൂടിയല്ലാതെ ആ സ്വത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. ഹത്താ യബ്ലുഗ അശുദ്ദ, ഏതുവരെ? ആ അനാഥനായ കുട്ടി വളർന്ന് ശക്തി പ്രാപിച്ച് അവന്റെ കാര്യങ്ങൾ ചെയ്യാനും അത് കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഒക്കെയുള്ള ബുദ്ധിയും തന്റേടവും കരുത്തും അവനുണ്ടാകുന്നത് വരെ അവന്റെ സ്വത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിസൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. അനാഥന്റെ സ്വത്ത് ഇത്തിരി ഗൗരവമുള്ള കേസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇജ്തനിബു അസ്സബഅൽ മൂബിഖാത്ത്. ഇജ്തനിബു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിപൂർണമായി വർജിക്കണം, സമ്പൂർണമായി ഒഴിവാക്കണം. അസ്സബഅൽ മൂബിഖാത്ത്, മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങള് നമ്മളെ അങ്ങനെ തന്നെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്യുന്ന 7 കാര്യങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാന്നറിയില്ലേ? ഒരു സംഗതി ഡിലീറ്റ് ചെയ്യാറ് എന്താ? അത് പൂർണ്ണമായിട്ടാണ് തുടച്ചു നീക്കുക. അതുപോലത്തെ 7 കാര്യങ്ങളുണ്ട്. നിങ്ങളെ ദുന്യാവിലും പരലോകത്തും നിങ്ങളെ തുടച്ചു നീക്കിക്കളയും. അത്തരം 7 കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞപ്പോ അവർ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് വമാ ഹുന്ന, ഏതൊക്കെയാണ് ആ ഗൗരവകരമായ ആ തുടച്ചു നീക്കിക്കളയുന്ന ആ 7 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതിങ്ങനെ എണ്ണിയപ്പോ ഒന്ന് ശിർക്കന്നെ എണ്ണിയെ, പിന്നെ സിഹർ, അങ്ങനെ അങ്ങനെ എണ്ണിയിട്ട് റസൂൽ പറഞ്ഞു അഖ്ലുമാലിൽ യതീം, അഖ്ലുമാലിൽ യതീം, അനാഥയുടെ സ്വത്ത് തിന്നുന്നവൻ, അഥവാ അന്യായമായി അനാഥന്റെ സ്വത്ത് തിന്നുന്നവൻ, അവൻ ചെയ്യുന്നത് കഠിനമായ കുറ്റമാണ്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും അതിനെക്കുറിച്ച് ശക്തമായ താക്കീത് വരുന്നുണ്ട്. അപ്പം അത് പൊതു സ്വത്താവട്ടെ, നമ്മുടെ കുടുംബത്തിലെ അനാഥരാവട്ടെ, നമ്മുടെ സമൂഹത്തിലെ അനാഥരാവട്ടെ, അയൽപ്പക്കത്തെ അനാഥരാവട്ടെ, ഒരനാഥ കുട്ടിയുടെ സ്വത്ത്, ആ സ്വത്ത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ വരുമ്പോ അവിടെ നമ്മൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന, ആ സ്വത്തിനെ ഏറ്റവും നല്ല ഒരവസ്ഥയിലേക്ക് മാറ്റാൻ എനിക്ക് സാധിക്കും എന്ന നിലക്കല്ലാത്ത ഏതൊരു സമീപനവും അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്.
അതിപ്പോ ഒരു വയസ്സാകുമ്പോഴല്ലേ, തൽക്കാലം ഞാൻ കൊണ്ടുവന്നോളാം, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പിന്നെ കൊടുത്താൽ മതിയല്ലോ. ഇതൊന്നും അവിടെ എന്തല്ല, ന്യായീകരണങ്ങളല്ല. അതുകൊണ്ട് ഒരു അനാഥന്റെ സ്വത്ത്, നമ്മളൊക്കെ കുടുംബത്തിൽ ഉണ്ടാവും അനാഥ കുട്ടികളെ. ബാപ്പ മരിച്ചിട്ടുണ്ടാവും, ബാപ്പാന്റെ സ്വത്ത് ഈ കുട്ടികളെ പേരിലുണ്ടാവും. അതെന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്ന് ഐറ്റങ്ങൾ അറിയില്ല. അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് വേറെ ചില ആൾക്കാരെ. കാരണം അവരൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. കാരണം ആ അനാഥന്റെ സ്വത്തിൽ നിന്ന് വല്ലതും നമ്മുടെ വയറ്റിലേക്ക് എത്തിയാൽ അത് നാളെ പരലോകത്ത് നരകത്തിലെ തീയായിട്ട് നിറക്കപ്പെടുന്ന, അന്യായമായിട്ട് അല്ലേ. അപ്പൊ അത് വളരെ നീതിബോധത്തോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഞാനല്ല, കുടുംബത്തിലാവാം, ചിലപ്പോൾ നമ്മുടെ അയൽപക്കത്താവാം, ചിലപ്പോൾ സമൂഹത്തിലാവാം, ചിലപ്പോൾ പൊതുവായിട്ടാവാം. എന്താവട്ടെ, അനാഥന്റെ സ്വത്ത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. അതാണ് അള്ളാഹു വിരോധിച്ച അടുത്ത കാര്യം. അനാഥന്റെ സ്വത്തില് അന്യായമായിട്ട് ഇടപെടരുത്. അടുത്തത് വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്. വഔഫു അൽ കൈല വൽ മീസാൻ. കൈല് എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ വീട്ടിൽ കഞ്ഞിരിക്കാൻ ഉപയോഗിക്കുന്ന സാധനമല്ലേ കൈല്. കൈല് എന്ന് പറഞ്ഞാല് അളവാണ്. അളക്കാൻ ഉപയോഗിക്കുന്ന സാധനമായിട്ടാണ് പണ്ട് അറബികളുടെ കാലത്ത് ഈ കൈലുണ്ടായത്. പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കാനുള്ള കൈലായിട്ട് മാറിയതാണ്. ആ പദം അറബിയാണ്. അപ്പൊ കൈല് എന്ന് പറഞ്ഞാല് അളവ്, മീസാൻ എന്ന് പറഞ്ഞാൽ തൂക്കം. മീസാൻ തൂക്കം. അപ്പൊ ഔഫു അൽ കൈല വൽ മീസാൻ, അളവും തൂക്കവും നിങ്ങൾ പൂർത്തിയാക്കണം. ബിൽ ഖിസ്തി, നീതിപൂർവം. അളവും തൂക്കവും പൂർത്തിയാക്കണം. ഒന്നാമത്തെ കൽപ്പന അതാ, അളവും തൂക്കവും പൂർത്തിയാക്കണം. കുറവ് വരുത്തരുത്. വാങ്ങുമ്പോഴാവട്ടെ കൊടുക്കുമ്പോഴാവട്ടെ അളവിലോ തൂക്കത്തിലോ അതുമായി ബന്ധപ്പെട്ട വില നിലവാരം എന്താവട്ടെ അതിൽ നിങ്ങൾ കുറവ് വരുത്തരുത്. വൗഫു അൽ കൈല വൽ മീസാൻ, അളവും തൂക്കവും നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണം. അതിന്റെ ശേഷം പറഞ്ഞ കാര്യങ്ങള് ബിൽ ഖിസ്തി, നീതിപൂർവം. എന്താ പൂർത്തിയാക്കാൻ? എല്ലാവരും ഇപ്പൊ അളവും തൂക്ക മെഷീനൊക്കെ മനുഷ്യന്മാർ സെറ്റ് ചെയ്യല. 1 കിലോ ആണെങ്കിൽ 900 സെറ്റ് ചെയ്യാം, അത് 600 സെറ്റ് ചെയ്യാം, 750 സെറ്റ്, അതൊക്കെ മനുഷ്യന്മാർ നിയന്ത്രിക്കല. അപ്പൊ അവിടെ ആ തൂക്കി വെക്കുക, ഒരൊറ്റ കിലോ ഉണ്ടല്ലോ, 1 കിലോ ഉണ്ടല്ലോ, അത് ഉണ്ടാവും. ആ തുലാസ് അങ്ങനെയൊക്കെ കണക്കാക്കി, അതുകൊണ്ട് 1 കിലോ ആവൂല. ബിൽ ഖിസ്തി, നീതിപൂർവം. 1 കിലോ കൊടുക്കുന്നുണ്ടെങ്കിൽ 1 കിലോ കൊടുക്കണം. 1 കിലോ വാങ്ങുന്നുണ്ടെങ്കിൽ 1 കിലോയെ വാങ്ങാവൂ. വൈലുൽ മുത്തഫിഫീൻ അല്ലേ, അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫു അല്ലേ. അല്ലാഹു പറയാണ്, ഒരു സമുദായത്തിന് നാശം, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. അവർ ആളുകളുടെ പക്കൽ നിന്ന് അളന്നു വാങ്ങുമ്പോൾ കൂടുതലായി വാങ്ങുകയും ആളുകൾക്ക് തിരിച്ചളന്നു കൊടുക്കുമ്പോൾ കുറവ് വരുത്തുകയും ചെയ്യുന്നു. വളരെ കർശനമായിട്ടാ അള്ളാഹു ആ തിന്മയെക്കുറിച്ച് ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം തന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച ഒരു ജനതയോടുള്ള പ്രതിഷേധമാണ്. അപ്പോ ഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, ഇത് പറയുമ്പോ കച്ചവടക്കാരൊന്നുമല്ല, നമ്മളെല്ലാരും അളവും തൂക്കവും നടത്തുന്ന ആൾക്കാരാ എല്ലാ സമയത്തും. അത് പൈസ ആയിട്ടാവും, ചിലപ്പോ വസ്തുവായിട്ടേക്കാരം, എന്താവട്ടെ അതിലൊന്നും കൂടുതലോ കുറവുകളോ ഉണ്ടാവരുത്. മാത്രല്ല അത് നീതിപൂർവമാണ്. ഞാൻ 10 സെന്റ് സ്ഥലം വാങ്ങുന്നുണ്ട്, ഓൻ കുടുങ്ങിയ സമയത്താണ് വാങ്ങിയത്, ഓൻ ചോദിച്ച പൈസയും കൊടുത്തല്ലോ, അതാണ് ഇവിടെ അളവും തൂക്കം കൃത്യ. പക്ഷെ അത് നീതിയല്ലല്ലോ. അവിടെ നീതി ഉണ്ടായോ? നീതി വേണ്ടേ? അപ്പൊ നീതിയോടുകൂടി അളവിലും തൂക്കത്തിലും നിങ്ങൾ കൃത്യത കാണിക്കണം. ഇവിടെ അള്ളാഹു തആല പ്രയോഗിച്ചൊരു പദമുണ്ട്, അത് വേറെ ശ്രദ്ധിക്കണം കേട്ടോ. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഈ അളവ് തൂക്ക കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യുമ്പോ എത്ര നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്താലും ചിലപ്പോ ചില അപാകതകളൊക്കെ സംഭവിച്ചേക്കാം. കാരണം നമ്മളെ കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ലേ, ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് നടക്കുക. എനിക്കിപ്പോ എന്റെ അടുത്തുള്ള തുലാസിലെ തൂക്കാൻ പറ്റുള്ളൂ, എനിക്ക് കിട്ടിയ സാധനങ്ങളെ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വാങ്ങിയപ്പോ ഇങ്ങനെയാണ് 950 ഉള്ളൂ, 1 കിലോ എന്നാ പ്രിന്റ് ചെയ്തിരിക്കുന്നത്, അത് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. എനിക്ക് ബാക്കി 20 ഗ്രാം ഇട്ടുകാണ്ട് അത് കൊടുക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയൊക്കെ ആൾക്കാർ പറയും. അള്ളാഹു തആല പറയണേ, ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ.
ഏതൊരു മനുഷ്യനോടും അവന് സാധ്യമാകുന്നത് മാത്രമേ അള്ള കൽപ്പിക്കാറുള്ളൂ. അവ എന്നെ കൊണ്ട് സാധ്യമാകുന്ന ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യണം. ചില ഭാഗത്ത് ഇപ്പം ഭൂമിയൊക്കെ നിങ്ങൾ അളന്നു വാങ്ങി കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് പോയിന്റ് ഇട്ട് വാങ്ങാനും കൊടുക്കാനും പറ്റിക്കോണമെന്നില്ല. 10 ആൾ അളന്നാൽ 10 അളവാ വരിക, അല്ലേ? അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മളെ കൊണ്ടാവുന്നതിന്റെ മാക്സിമം ശ്രദ്ധിക്കുക, ബാക്കി റബ്ബിലേക്ക് വിടുക. ഏതൊരു കാര്യം ഒരു 10 ലാബിൽ നിങ്ങളെ ബ്ലഡ് ഒന്ന് പരിശോധിച്ച് നോക്കി, 10 റിസൾട്ടാണ് കിട്ടുക. അത് കൽപ്പിച്ചൂട്ടിയാവൂല, അത് മനുഷ്യന്റെ കഴിവിന്റെ പരിധിയും പരിമിതിയുമാണ്. ഈ അളവ് തൂക്കത്തിൽ ആ പരിധിയും പരിമിതിയും വല്ലാതെ ബാധിക്കും. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ ഈ വാക്ക് ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരാളോടും അതിന് സാധിക്കുന്നതല്ലാതെ അള്ള കൽപ്പിക്കൂല. എനിക്ക് പറ്റുന്നൊരു പരിധി ഉണ്ടാവും, ആ പരിധി ആവൂല നിങ്ങൾക്ക് പറ്റുന്ന പരിധി. ഓരോരുത്തരുടെ പരിധിയും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ മാക്സിമം, പരമാവധി ഞാനതിനെ ചൂഷണം ചെയ്തു, ഞാനത് പറ്റിക്കൽ, വഞ്ചന, ചതി എന്റെ ഭാഗത്ത് നിന്ന് അതിലുണ്ടായി എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഗുണം മാത്രം കാക്ഷിച്ച് പിന്നെ വന്ന വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ, അത് പടച്ച റബ്ബ്, ആ റബ്ബിലേക്ക് വിടുക, അല്ലേ? നോക്കൂ അടുത്തത്, വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബാ. വഇദാ ഖുൽതും ഫഅദിലു, നിങ്ങൾ നീതിയുടെ വാക്കുകൾ സംസാരിക്കണം. വലൗ കാന ദാ ഖുർബാ, അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾക്കെതിരാണെങ്കിലും ശരി. തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ഒക്കെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു കൽപ്പനയാണിത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരികളാവട്ടെ, ഭരിക്കപ്പെടുന്നവരാവട്ടെ, ഭരണീയരാവട്ടെ, അവർക്കിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നീതിയാണ്. നീതിയോടുകൂടി പ്രവർത്തിക്കുക, നീതിബോധമുള്ളവരാവുക, ആ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാവുക. അതിൽ ഒരു തരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. പലപ്പോഴും നമ്മളൊക്കെ നമ്മളാളാണ്, ഓന്റെ ഒപ്പം നിൽക്കേണ്ടേ, ഇത് നമ്മളാൾക്കാരാണ്, നമ്മൾ ഓരൊപ്പം നിൽക്കേണ്ടേ. അല്ല, നീതിയുടെ കൂടെ. ഞാൻ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതിത്തരാം. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസ് അൻ തഹ്കുമു ബിൽ അദ്ൽ. അല്ലേ? ഇന്നല്ലാഹ യഅ്മുറുക്കും, ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ഇന്നല്ലാഹ യഅ്മുറുക്കും, തീർച്ചയായും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അൻ തുഅദ്ദു, നിങ്ങൾ നൽകണം. അൽ അമാനാത്ത്, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ. അതൊരു കാര്യമാവാം, അതൊരു വിശ്വാസമാവാം, ഒരു ബാധ്യത. അപ്പൊ എന്നെ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിട്ട് നിങ്ങൾ തെരഞ്ഞെടുക്കുമ്പോ നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്ന ഒരു അമാനത്തുണ്ട്. എന്താണ് അമാനത്ത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നല്ല രൂപത്തിൽ പ്രവർത്തിക്കും എന്ന അമാനത്താണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ആ അമാനത്ത് ഞാൻ ഏറ്റെടുത്താൽ ആ അമാനത്ത് അതിന്റെ അവകാശികൾക്ക് ഞാൻ കൃത്യമായിട്ട് ഞാൻ തിരിച്ചു കൊടുത്തോളണം. ഞാൻ അവർക്ക് കൊടുക്കേണ്ടത്, എന്നിൽ നിന്ന് എന്താണോ അവർ പ്രതീക്ഷിച്ചത് അത് ഞാൻ അവർക്ക് കൊടുത്തോളണം. അത് ഭരിക്കുന്നവർ മാത്രമല്ല, എനിക്ക് മക്കളുണ്ട്. ആ മക്കളുടെ ബാപ്പയായിട്ട് റബ്ബ് എന്നെ എന്നെ അവരോധിക്കുമ്പോ ആ മക്കൾക്ക് ഞാൻ കൊടുക്കേണ്ട ചില അമാനത്തുകളുണ്ട്, അത് ഞാൻ കൊടുത്തോളണം. ഞാനൊരു പ്രസ്ഥാനത്തിന്റെ ആളാകുമ്പോ, ഞാൻ തെരഞ്ഞെടുക്കപ്പെടുമ്പോ എന്നിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന അമാനത്തുകളുണ്ട്, അത് ഞാൻ ചെയ്തോളണം. ജയിച്ചല്ലോ, അല്ലെങ്കിൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടല്ലോ, ഇനി കാണുമ്പോ കാണാം. പിന്നെ ഞാൻ എന്റേതായ ലോകത്ത് എന്റെ മുമ്പിലുള്ളവർ ആര് എന്ത് എന്നല്ല, എന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, എന്റെ മോഹങ്ങൾക്ക് വേണ്ടിയല്ല എന്റെ പ്രവർത്തനം. അവർ എന്നെ ഏൽപ്പിച്ച അമാനത്ത്, ആ അമാനത്ത് ഞാൻ ഭംഗിയായി തിരിച്ചു കൊടുക്കണം. ഞാൻ ഈ ആയത്തൊന്നും കൂടി ഓതട്ടെ. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. വിശ്വസിച്ച് നിങ്ങളെ ഏൽപ്പിച്ച ആ അമാനത്തുകൾ ഉണ്ടല്ലോ, വസ്തുക്കളോ വിശ്വാസങ്ങളോ ഉത്തരവാദിത്തങ്ങളോ എന്താവട്ടെ, അത് അതിന്റെ അഹിലുകാർക്ക് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. ഞാനൊരു വാർഡിൽ മത്സരിച്ച
ആ വാർഡിലെ ആളുകളോട് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന ഉത്തരവാദിത്തത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ ഉത്തരവാദിത്തമാണ് അത് അവർക്ക് തിരിച്ചു കൊടുക്കൽ. അവരെന്തൊക്കെയാണോ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത് അത് ഞാൻ തിരിച്ചു കൊടുത്തോളണം. ഇനിയിപ്പോ അവര് എനിക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരാ, എന്റെ ശത്രുപക്ഷത്തുള്ള ആൾക്കാരാ, മറുപക്ഷത്തുള്ള ആൾക്കാരാ എങ്കിലോ നോക്കൂ, അള്ളാഹു തആല പറയുന്നത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അല്ലാ തഅദിലു. ഒരു ജനതയോടുള്ള വെറുപ്പോ വിദ്വേഷമോ അവർക്ക് നീതി കാണിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ പാടില്ല എന്നാ. എനിക്കൊരു കൂട്ടാൾക്കാർ ഇഷ്ടമല്ല, പല കാരണങ്ങളുണ്ട്. ആ ഇഷ്ടക്കേട് അവർക്ക് അവരുടെ ഉത്തരവാദിത്തം അവർക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നതിൽ നിന്ന് എന്നെ തടയാൻ പാടില്ല, ഞാൻ ചെയ്തോളണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖിന്റെ മകളാണ്. ഈ ആയിഷ ബീവിയെ കുറിച്ച് വ്യാപകമായ ഒരു അപവാദം നാട്ടിലാകെ പ്രചരിപ്പിക്കപ്പെട്ടു. ഒരു മാസത്തോളം മുസ്ലിം ലോകത്ത് ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കിയ ഒച്ചപ്പാടുകൾ കുറച്ചൊന്നുമല്ല. ആകപ്പാടങ്ങിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാതെ നിശബ്ദനാവേണ്ടി വന്ന ഒരു പ്രശ്നമാണ്. ഒരു മാസം കഴിഞ്ഞ് അള്ളാഹു വഹിയിറക്കുകയാണ് ആയിഷ ബീവിന്റെ നിരപരാധിത്വം. അതെന്തിനാ ഒരു മാസം വൈകിയത്? ഒന്നുമല്ല, അത് മുസ്ലിം സമുദായത്തിന് ഒരു പരീക്ഷണമായിരുന്നു. അത് പിന്നെ ഖുർആൻ അങ്ങനെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം വ്യക്തമാക്കി കാര്യങ്ങളൊക്കെ സത്യാവസ്ഥയൊക്കെ ആൾക്കാർ മനസ്സിലാക്കിയപ്പോ ആരാണ് ഈ അപവാദ പ്രചരണത്തിന്റെ മുൻനിരയിൽ നിന്നത് എന്നൊരു അന്വേഷണം ഉണ്ടായി. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, സ്വഹാബിയാണ്, ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. അവരങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല, അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായത് കൊണ്ട് അവരത് പ്രചരിപ്പിച്ചതാണ്. വെറുതെ ഒരാളെ നശിപ്പിക്കാനോ ഒരാളെ ഇല്ലാതാക്കാനോ അല്ല, അവർക്ക് അങ്ങനെ ഒരു ധാരണ പശക്, അതിന്റെ പേരിൽ അവർ പ്രചരിപ്പിച്ചത്. ആ വ്യക്തി വളരെ സാധുവായ ഒരു കുടുംബത്തിലെ വ്യക്തിയായിരുന്നു, പാവപ്പെട്ട ഒരു കുടുംബത്തിലെ വ്യക്തിയായിരുന്നു. ആ കുടുംബത്തിന് ആവശ്യമായ ജീവിത ചെലവ് കൊടുത്തിരുന്നത് അബൂബക്കർ സിദ്ദീഖ. അദ്ദേഹമാണ് ആ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാറ്. ആ അബൂബക്കർ സിദ്ദീഖിന്റെ മകളെ കുറിച്ചാണ് ആ കുടുംബത്തിൽപ്പെട്ട ഒരാള് ഒരു ആരോപണം ഉന്നയിച്ച് പ്രചരിപ്പിച്ച് ഒറ്റയടിക്ക് ഏതൊരു ബാപ്പാക്കും തോന്നുന്ന വികാരം ഉണ്ടല്ലോ, എന്താണ്? ഇനിമേലാൽ ആ കുടുംബത്തിന് ഒരു വസ്തു ഞാൻ കൊടുക്കൂല, അല്ലേ? ഉടനെ ഖുർആനിൽ തിരുത്തു വന്ന് അള്ള തിരുത്തി അബൂബക്കറിനെ. ഒരാളോടുള്ള വെറുപ്പോ വിദ്വേഷമോ അയാളോട് നീതികേട് കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അത് വേറെ ഇത് വേറെ, അത് ചെയ്തോളണം. ഇത് പടച്ചോന്റെ കോടതിക്ക് വിടി, അല്ലേ? വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അല്ലാ തഅദിലു. നോക്കൂ, നമ്മുടെ രാജ്യത്തൊക്കെ ഈ ആയത്ത്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അമാനത്തുകൾ തിരിച്ചു കൊടുക്കണം എന്ന ആ ആയത്ത് ഇറങ്ങാൻ ഒരു കാരണം കേട്ടോ. ഈ വിശുദ്ധ ഖുർആനിലെ ചില ആയത്തിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും നമുക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ആ ആയത്ത് അവതരിപ്പിച്ച സന്ദർഭം മനസ്സിലാക്കണം. അപ്പോഴാണ് അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാവുക. ഈ നിങ്ങൾ ജനങ്ങൾക്ക് അവരുടെ അമാനത്തുകൾ പിടിച്ചു വെക്കരുത്, അത് അവർക്ക് നിങ്ങൾ തിരിച്ചു കൊടുക്കണം എന്ന ആയത്തിറങ്ങിയ സന്ദർഭേതാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ച് ശത്രുക്കള് കൊന്ന് കൊള്ളയടിച്ച് സഹിക്ക പറ്റാതെ അവർ നാട് വിട്ടുപോയി. മക്ക വിജയത്തിന്റെ ദിവസം മക്കയെ സമ്പൂർണമായിക്കും കൈപ്പിടിയിലൊതുക്കി ദിഗ്വിജയിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ തിരിച്ചെത്തി. ഒരാളുമില്ല പ്രവാചകനെ തടയാൻ, ചോദിക്കാൻ പോലും ഒരാളില്ല. മക്കക്കാരിങ്ങനെ വിറച്ചു നിൽക്കുക. മുസ്ലിങ്ങളാവട്ടെ ആഹ്ലാദത്തിന്റെ പരകോടിയ ഒരു വാർഡ് ജയിച്ചിന്റെ സന്തോഷം അങ്ങാടിയിൽ നമ്മൾ കണ്ടല്ലോ. വിജയാഹ്ലാദത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യതരങ്ങൾ ഹറാമു ഹലാലു എപ്പോഴും നോക്കണം. ആണും പെണ്ണും കൂടിച്ചേരുന്നിടത്ത്, അനാവശ്യമായി പണം ചെലവഴിക്കുന്നിടത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അനാവശ്യമായ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും നടക്കുന്നിടത്തൊക്കെ നാളെ പടച്ചോന്റെ കോടതിയിൽ ഈ പറയപ്പെട്ട നേതാക്കന്മാരൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഒറ്റക്ക് നിൽക്കേണ്ടി വരും. അപ്പൊ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നല്ല പരിധിയും അതിന്റെ പരിമിതിയും ശരിക്കും മനസ്സിലാക്കണം ഒരു മുസ്ലിം എന്നുള്ള നിലക്ക്.
അത് ജയിച്ചാൽ ഒരീസല്ലേ എന്തു ആകാം. അങ്ങനെ ഒരു ലൈസൻസ് നമുക്ക് ആരും തന്നിട്ടില്ല. അതൊക്കെ ശ്രദ്ധയോടുകൂടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ തിരിച്ചു വരാം. അപ്പോ ഈ റസൂലുള്ളാഹിയും മുസ്ലിങ്ങളും മക്കയിൽ അങ്ങനെ സർവ പ്രദേശങ്ങളെയും ജയിച്ചടക്കി അപരാജിതരായിട്ട് നിൽക്കുക. അവർക്കവിടെ എന്തു ചെയ്യാം, ആര് എന്തു ചെയ്യാം. മക്കയിലുള്ളത് വളരെ ന്യൂനപക്ഷമായ കുറച്ച് മുശ്രിക്കുകളാണ്, വേറെ ആരുമില്ല. അവർ പേടിച്ച് ഉറച്ചു നിൽക്കുക. റസൂലുള്ളാഹിക്ക് ഒരു പൂതി, കഅബന്റെ ഉള്ളിലൊന്ന് കയറണം, കഅബന്റെ ഉള്ളിലൊന്ന് കയറണം, ഒന്ന് നിസ്കരിക്കണം. കാരണം പണ്ട് അവിടെ നിസ്കരിച്ചപ്പോ കഴുത്തില് ഒട്ടകത്തിന്റെ കൊടൽമാലകളിട്ട് സുജൂദിൽ നിന്ന് തല ഉയർത്താനാവാതെ മണിക്കൂറുകളോളം കുനിഞ്ഞു നിന്ന് അവസാനം നാട് വിട്ടു പോകേണ്ടി വന്നവനാ. ഇത്രയ്ക്കാർ ആഗ്രഹല്ലേ, ഒന്ന് കയറണം, നിസ്കരിക്കണം. പക്ഷെ കഅബയുടെ വാതിൽ പൂട്ടിയിട്ടുണ്ട്. എവിടെയാണ് താക്കോൽ? പറയപ്പെട്ടു ഉസ്മാൻ ഇബ്നു തുൽഹ. ഉസ്മാൻ ഇബ്നു തുൽഹയുടെ കൈവശമാണ് കഅബയുടെ താക്കോൽ ഉള്ളത്. അത് കിട്ടണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു ഉസ്മാൻ ഇബ്നു തുൽഹയോട് ആ താക്കോൽ വാങ്ങിക്കൊണ്ടുവരാൻ. അദ്ദേഹം മടിച്ചു. പക്ഷേ അവർ ആ താക്കോൽ വാങ്ങി. കാരണം അവിടെ വേറെ ഒരു നിർവാഹമല്ല ഉസ്മാൻ ഇബ്നു തുൽഹക്ക്. ആ നാടും ആ നാടിന്റെ ഭരണവും ആ നാടിന്റെ നിയന്ത്രണവും സമ്പൂർണമായി മുസ്ലിങ്ങളുടെ കൈവശ. ഉസ്മാൻ ഇബ്നു തുൽഹയുടെ കയ്യിൽ നിന്ന് ആ താക്കോൽ അവർ പിടിച്ചു വാങ്ങിക്കുക. പ്രവാചകന്റെ മുമ്പിൽ താക്കോലെത്തി. പ്രവാചകൻ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കഅബയുടെ വാതിൽ തുറന്നു. പ്രവാചകന്റെ ഉള്ളില് 2 റക്അത്ത് നിസ്കരിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം കഅബയുടെ ഉള്ളിൽ ഇത് പുറത്തിറങ്ങുമ്പോൾ 2 ആളുകൾ പ്രവാചകന്റെ മുമ്പിലേക്ക് വരികയാണ്. ഒന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, പ്രവാചകന്റെ പിതൃവ്യനാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മക്കയിലെ പ്രമാണിയായിരുന്നു, അദ്ദേഹമാണ് വരുന്നത്. രണ്ടാമത്തേത് അലി ബിൻ അബി ത്വാലിബാണ്, പ്രവാചകന്റെ മരുമകനാണ്. രണ്ടാളുടെയും ആവശ്യം ആ താക്കോല് അവർക്ക് കിട്ടണമെന്നതാണ്. കഅബയുടെ ആ താക്കോൽ ഇങ്ങനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ, അത് കിട്ടണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന. അള്ളാഹുവിന്റെ പ്രവാചകനോട് എന്താ കൽപ്പന അറിയങ്ങള്? ഇന്നല്ലാഹ യഅ്മുറുക്കും, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. എന്താ കൽപ്പിക്കുന്നത്? അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, നിന്നെ വിശ്വസിച്ചാണ് ആ താക്കോൽ നിന്റെ കയ്യിൽ കിട്ടിയത്, അത് അതിന്റെ അവകാശിക്ക് തിരിച്ചു കൊടുക്കണം. അധികാരത്തിന്റെ വലിയ അവസ്ഥയിൽ, എന്തും ചെയ്യാവുന്ന അവസ്ഥയിൽ, ആർക്കും കൊടുക്കാവുന്ന അവസ്ഥയിൽ, അത് സ്വന്തം സൂക്ഷിക്കാവുന്ന അവസ്ഥയിൽ തന്റെ മരുമകന് കഅബയുടെ വാതിൽ കൊടുത്ത് മരുമകന്റെ സ്ഥാനം ഉയർത്താവുന്ന തന്റെ പിതൃവ്യൻ അബ്ബാസിന് കഅബയുടെ താക്കോല് കൊടുത്ത് അദ്ദേഹത്തിന്റെ പദവി ഉയർത്താവുന്ന സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന ഇന്നല്ലാഹ യഅ്മുറുക്കും, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, തിരിച്ചു കൊടുത്തോളണം. വാങ്ങിയെടുത്ത് പ്രവാചകൻ വിളിച്ചു. എവിടെ? ഉസ്മാൻ ഇബ്നു തുൽഹ എവിടെ? അദ്ദേഹത്തെ കൊണ്ടുവന്ന് പേടിച്ചു പറച്ചാ വരിക. കൊല്ലാനാണോ വളർത്താനോ എന്നറിയില്ലല്ലോ. പേടിച്ചു പറച്ചാ വന്ന്. അദ്ദേഹം മക്കയിൽ ആ സമയത്തെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷമാണ്, ന്യൂനപക്ഷമാണ്. ഒന്ന് ഊതിയാൽ പറന്നു പോകാവുന്ന അത്രയേ ഉള്ളൂ. പ്രവാചകനാവട്ടെ അധികാരത്തിന്റെ പരകോടിയിലാണ്. ഉസ്മാൻ ഇബ്നു തുൽഹയുടെ കൈ പിടിച്ച് ആ താക്കോൽ അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു ഇത് നിങ്ങളുടെ കയ്യിൽ തരാൻ. എന്നിട്ട് ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളെ നോക്കി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും എന്നെങ്കിലും ഈ കയ്യിൽ നിന്ന് ഈ താക്കോല് തിരിച്ചു വാങ്ങിയാൽ അവർ ഏറ്റവും വലിയ അക്രമിയായിരിക്കും. ഇന്നും കഅബാലയത്തിന്റെ താക്കോൽ ആ കുടുംബത്തിലാണ്. വിശുദ്ധമായ ഹറമിന്റെ ഖാദിമുൽ ഹറമൈനി ഷരീഫൈൻ, ആ 2 ഹറമുകളുടെയും ഖാദിമായ സൗദി രാജവംശത്തിലെ രാജാക്കന്മാർ പോലും ആ താക്കോല് വാങ്ങിയിട്ടില്ല. കഅബ തുറക്കുന്ന സമയത്ത് അവരെ വിളിപ്പിക്കും, ആ താക്കോല് കൊണ്ട് കഅബ തുറക്കും. അവരുടെ ക്ലീനിങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് അത് പൂട്ടി ആ താക്കോലുമായിട്ട് അവർ പോകും. അത് പ്രവാചകന്റെ വാക്കാണ്. നോക്കൂ നിങ്ങൾ, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അതിന്റെ താഴെ റബ്ബ് പറയുന്നത് നോക്കൂ, വഇദാ ഹഖംതും ബൈനന്നാസ്, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒരു കാര്യത്തിൽ വിധി പറയുകയാണെങ്കിൽ അൻ തഹ്കുമു ബിൽ അദ്ൽ, നീതി. തൻ പോരിമയോ തന്റെ അധികാരങ്ങളോ തന്റെ ശക്തിയോ അല്ല, നീതി.
അൻ തഹ്കുമു ബിൽ അദ്ൽ, നിങ്ങൾ നീതിപൂർവമായിരിക്കണം വിധിക്കേണ്ടത്. ഇന്നല്ലാഹ നിഅമ്മാ യഅളുകും ബിഹി, അല്ലാഹു ആ മനോഹരമായ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് ഉപദേശിക്കുന്നു. അവസാനം ഒരു താക്കീതോടുകൂടി ഈ ആയത്ത് അവസാനിക്കുക. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, അല്ലാഹു നിങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവനും കേട്ടുകൊണ്ടിരിക്കുന്നവനുമാണ്. മറക്കണ്ട, അനീതിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ലാഭങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും അനീതിയുടെ ഒരു തരി നിങ്ങളുടെ ഭാഗത്തുണ്ടായാൽ ഇതൊരു നീതിയല്ലേ? ഇസ്ലാമിക ഭരണകൂടങ്ങള്, ഇസ്ലാമിക ഭരണാധികാരികള് എത്ര മനോഹരമായിട്ടാണ് നീതി കൈകാര്യം ചെയ്തങ്ങൾ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി പറയുന്നുണ്ട്, ഉമർ തന്റെ ഭരണത്തിന്റെ മനോഹാരിത കൊണ്ട് എന്നെ അദ്ദേഹത്തിലേക്ക് പിടിച്ചു വലിക്കുന്നുണ്ടെന്നാ. അത്രമേൽ മനോഹരമായ അല്ലെ? ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾക്ക് കീഴടങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ഉമർ പറഞ്ഞ എന്താ അറിയോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയും നിങ്ങൾക്ക് തടയപ്പെടുകയില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയവും അത് പൊളിക്കപ്പെടുകയില്ല, സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോകാം, ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവൂല. അവിടെ നമസ്കാരത്തിന്റെ സമയമായപ്പോ അല്ലെ, ചർച്ച് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയും, യേശുക്രിസ്തുവിന്റെ ജനനസ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പള്ളിയാണ്. ആ പള്ളിയുടെ മേധാവിയായ പാത്രിയാർക്കിസ് ഉമറിനെ വിളിക്കുന്നുണ്ട്, താങ്കൾക്ക് നിസ്കരിക്കണ്ടേ, ഞാനിവിടെ പള്ളിയിൽ സൗകര്യം ചെയ്തു തരാം. ഉമർ പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ വേണ്ട, ഏതെങ്കിലും ഒരു കാലത്തെ എന്റെ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും അത് ഉമർ നിസ്കരിച്ച സ്ഥലമാണ്, അത് ഞങ്ങൾക്ക് വേണമെന്നാവശ്യപ്പെട്ട് അവിടെ എത്താതിരിക്കാൻ ഞാൻ പുറത്ത് നിസ്കരിച്ചോളാം. എന്താണ് ആ നീതിബോധമല്ലേ? ഈ നീതിബോധത്തെയും ഈ നീതിയെയും മുറുകെ പിടിക്കുന്ന ഒരു ദീനിനെ ആർക്കാണ് സഹോദര ഭീകരതയുടെയും അനീതിയുടെയും മതമായിട്ട് ചിത്രീകരിക്കാൻ പറ്റുക? ഇസ്ലാമോഫോബിയൊക്കെ ലോകത്ത് പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നമ്മൾ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുന്നിടത്തുള്ള കുഴപ്പം കൊണ്ടാ. നമ്മളതിനെ കൈകാര്യം ചെയ്ത് ആകപ്പാടം നശിപ്പിച്ച് കളഞ്ഞപ്പോ അതിന്റെ അനന്തര ഫലങ്ങള് വളരെ മോശപ്പെട്ട രൂപത്തിലാണ് ലോകത്തുണ്ടായത്. അത് പടച്ചോന്റെ ശിക്ഷയും കൂടിയാ, മറക്കണ്ട. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ റസൂലുള്ള പറയണേ, വഞ്ചന, ഏതൊരു സമൂഹത്തിൽ വഞ്ചന, ആരെയും വഞ്ചിക്കും, അങ്ങനത്തെ അവസ്ഥ വന്നാൽ ആ സമൂഹത്തിന്റെ മനസ്സിൽ അള്ളാഹു ഭീതി ഇട്ടു കൊടുക്കുന്ന, ഇപ്പോൾ പേടിയ എന്തിനെ കുറിച്ച് ആലോചിച്ചാലും പേടി. വഞ്ചന ഒരു സമൂഹത്തിന്റെ മുഖമുദ്രയായാൽ അള്ളാഹ് ഓൽ കൊടുക്കുന്ന ശിക്ഷയാണ്. എന്താണ്? ദുന്യാവില് പരലോകത്ത് വേറെ. അതെന്താണ്? പേടി. ഒരു പേടിയിൽ ഭയത്തിൽ ഊട്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് മാറും. വ്യഭിചാരം ഒരു സമൂഹത്തിൽ സാർവത്രികമായാൽ മരണം ആ സമൂഹത്തിൽ വർദ്ധിക്കും. വർത്തമാനകാല സംഭവ വികാസങ്ങൾ വിശദീകരണങ്ങളില്ലാതെ നമുക്കത് ബോധ്യപ്പെടുത്തി തരും. അത്രമാത്രം വ്യഭിചാരം സാർവത്രികമായോ അവിടെ കൊലപാതകങ്ങൾ എമ്പാടും നടക്കും അല്ലേ? 3, അളവിലും തൂക്കത്തിലും വ്യാപകമായി കൃത്രിമം കാണിക്കുന്ന അവസ്ഥ വന്നാൽ ആ സമൂഹത്തിന്റെ ആഹാരങ്ങളിൽ ബർക്കത്ത് ഉണ്ടാവൂല. തിന്നാൻ ഇഷ്ടം പോലെ, തട്ടിപ്പറ്റ ഇഷ്ടം പോലെ തിന്നാൻ കിട്ടുമല്ലോ. ആൾക്കാരെ പറ്റിച്ചാല് എമ്പാടും സ്വത്ത് ഉണ്ടാവും, പക്ഷെ ബർക്കത്ത് ഉണ്ടാവില്ല. ഒന്നുകിൽ തിന്നാൻ പറ്റൂല, അല്ലെങ്കിൽ തിന്നാൻ കിട്ടൂല, അല്ലെങ്കിൽ തിന്നതുകൊണ്ട് യാതൊരു സുഖമല്ല. ഇന്നിപ്പോ സമൂഹത്തിന് ഭക്ഷണം കിട്ടാത്ത പ്രശ്നമാണോ, ഭക്ഷണം ഏറിയ പ്രശ്നമാണോ? ഏറിയ പ്രശ്നം എന്നാ പറയണേ. എന്താരോ, അളവിലും തൂക്കത്തിലും ചതിയും വഞ്ചനയും ഉണ്ടായാൽ ആ സമൂഹത്തിന് പടച്ചം കൊടുക്കുന്ന ശിക്ഷ അവർക്ക് ഭക്ഷണത്തിൽ ബർക്കത്ത്. സംഗതി ഇഷ്ടം പോലെ പേരറിയാത്ത അനേകം ഭക്ഷണങ്ങൾ ഉണ്ടാവും, പക്ഷെ ബർക്കത്ത് ഉണ്ടാവില്ല. എന്താ ബർക്കത്ത് പറഞ്ഞാല്? ഒരു സാധനം എന്തിനുപയോഗിക്കണോ അത് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുക, അതാ ബർക്കത്ത്. എനിക്ക് വലിയൊരു കാറുണ്ട്, പക്ഷെ കാറൊന്നും കേടാ, ബർക്കത്തില്ലാന്നാ. എൻ്റെ അടുത്ത് കുറെ പൈസ ഉണ്ട്, പൈസ എനിക്ക് ഉപയോഗിക്കാൻ പറ്റണില്ല, ബർക്കത്തില്ല. എനിക്ക് മക്കളുണ്ട് കുറെ, പക്ഷെ മക്കളെ കൊണ്ടൊരു ഉപകാരമില്ല, ബർക്കത്തില്ല. ഭക്ഷണത്തിൽ ബർക്കത്ത് ഉണ്ടാവൂല എന്നാ കരുതിക്കൊള്ളണ്ടി. ഇഷ്ടം പോലെ ഉണ്ടാവും, മനുഷ്യന്മാരെ പറ്റിച്ചാലേ എമ്പാടുണ്ടാവും. ന്യായപ്രകാരമല്ലാത്ത വിധി പറയുന്ന സമൂഹം, ന്യായവും നീതിയൊന്നുമില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുക, തന്ത്രങ്ങളുള്ളവൻ ആശാനാവുക. അത്തരമൊരു സമൂഹത്തില്
രക്തച്ചൊരിച്ചിൽ വർദ്ധിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കലാപങ്ങളും ലഹളകളും രക്തച്ചൊരിച്ചിലുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കരാർ ലംഘനം ഒരു സമൂഹത്തിന്റെ മുഖമുദ്രയായാൽ ശത്രുവിന്റെ സ്വാധീനത്തിൽ അവർ ഞെരിഞ്ഞമർന്നു പോകുന്ന, കരാർ ലംഘിക്കുക എന്നുള്ളത് അതൊരു സമൂഹം ഗൗരവമില്ലാത്തൊരു കാര്യമായിട്ട് കണ്ടാൽ അവരുടെ മേൽ ശത്രുക്കൾക്ക് സ്വാധീനം ഉണ്ടാവുന്ന ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ചേർത്ത് വെച്ച് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളോട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. എത്രമേൽ സത്യമാണെന്ന് നമുക്ക് ബോധ്യമാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.